السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. كل الذنوب يجوز أن تمحى عدا أن يشرك الإنسان بالرحمن. من جاء قبرا للحوائج طالبا فهو الشبيه بعابد الأوثان. إن المساجد للإله وكل من نادى سواه باء بالخسران. لا يستغاث بغير من رفع السماء لا يستعان بمن سوى الحنان. വേദിയിലും ഈ മഹാസമ്മേളന നഗരിയിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകിയ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ശുദ്ധമായ ആശയങ്ങളെ യഥാർത്ഥമായ നിലയ്ക്ക് ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം, അതല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ്?
മറ്റുള്ളവരുമായി ഏതു മേഖലയിൽ അത് വ്യതിരിക്തത പുലർത്തുന്നു. ഇതാണ് ഒരൽപ്പനേരം നിങ്ങളുടെ മുമ്പാകെ വിഷയമായി അവതരിപ്പിക്കാനുള്ളത്. ഇതിന്റെ വിശദവും വിശാലവുമായ രൂപങ്ങൾ ഇൻഷാ അല്ലാഹ് വിഷയാവതരണത്തിന് ശേഷമുള്ള പ്രഭാഷകന്മാരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം പറയുമ്പോൾ ആദ്യമായി എനിക്കെന്റെ സർവ സഹോദരീ സഹോദരങ്ങളോടും ഉണർത്തുവാനുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം അത് 100% കളങ്കരഹിതമാണ് എന്നതാണ്. കുറ്റമറ്റ രീതിയിലുള്ള ആദർശങ്ങൾ മാത്രമേ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രസ്ഥാനം ആദർശം സ്വീകരിച്ചത് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നല്ല, ഏതെങ്കിലും മനുഷ്യരുടെ കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ നിന്നും അല്ല. ഈ പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുന്ന ആദർശത്തിന് മുഴുവൻ സ്രോതസ്സായി വർത്തിക്കുന്നത് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആധികാരിക വ്യാഖ്യാതാവായ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ചര്യകൾ അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഈ പ്രസ്ഥാനം ജനങ്ങളെ ആദർശം പഠിപ്പിക്കാൻ വേണ്ടി ആദർശം സ്വീകരിച്ചിട്ടുള്ള സ്രോതസ്സുകൾ. ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ എല്ലാ കക്ഷികളും അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത് എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുന്നതിൽ ഈ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും ആദ്യമായി കേട്ട ഉത്തമരായ സ്വഹാബാ കിറാം, ആ സ്വഹാബാ കിറാം മനസ്സിലാക്കിയതുപോലെ പ്രമാണങ്ങളെ മനസ്സിലാക്കണം എന്ന നിഷ്കർഷ മുജാഹിദുകൾക്കുണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളെ മഹാന്മാരായ സ്വഹാബാ കിറാം അവരാരാണ്? അല്ലാഹു അവരെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിനാൽ സാക്ഷീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധപ്പെടുത്തപ്പെട്ടിട്ടുള്ള മഹത്തുക്കളായ സഹാബിമാര്. ആ സഹാബിമാര് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എങ്ങനെ മനസ്സിലാക്കി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വഭാവങ്ങളെയും ഇടപാടുകളെയും എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവരെങ്ങനെ മനസ്സിലാക്കി പിന്തലമുറക്ക് കൈമാറിയിട്ടുണ്ടോ ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. അവർ വിശ്വസിച്ചുവെങ്കിൽ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചുവെങ്കിൽ, സഹാബാ കിറാമിന്റെ വിശ്വാസമാണുള്ളതെങ്കിൽ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. ആ മാർഗം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഖുർആനും ഹദീസും ഒക്കെ സ്വന്തമായി നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് ആരുടെയും വ്യാഖ്യാനം ആവശ്യമില്ല, ഞങ്ങളുടെ കയ്യിൽ ഭാഷാ ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടോ മറ്റോ ഈ യഥാർത്ഥമായ വഴിത്താരയില്ലെന്ന് ആരെങ്കിലും തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവരെ അല്ലാഹു ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്
ഇസ്ലാഹി പ്രസ്ഥാനം ആദർശം സ്വീകരിച്ചിട്ടുള്ളത് കുറ്റമില്ലാത്ത പ്രമാണങ്ങളിൽ നിന്നാണ്. പലരും ചെയ്യുന്നത് ആദർശം ആദ്യമായി ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരും അവർക്കൊപ്പിച്ച് ചില ആദർശങ്ങൾ ആദ്യം അങ്ങ് പറഞ്ഞു വെക്കും. എന്നിട്ട് അവക്കത്തുകൊണ്ടവർ പ്രമാണങ്ങൾ തിരയുകയാണ്. അവരുണ്ടാക്കി തീർത്തിട്ടുള്ള കുറെ ആശയങ്ങൾക്ക് തെളിവ് അവർ പ്രമാണങ്ങളിൽ തിരയുകയാണ്. വാസ്തവത്തിൽ പ്രമാണങ്ങളിൽ അതിന് തെളിവ് കാണാതാകുമ്പോ ഉള്ള പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയോ കള്ളരേഖകൾ കെട്ടിയുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ന് പലരിലും കാണുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ വില കൽപ്പിക്കുന്നത് പ്രമാണങ്ങൾക്കാണ്. അത് മനസ്സിലാക്കിയ ഉത്തമരായ സഹാബാ കിറാമിന്റെ അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾക്കുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ പ്രാമാണികത്വം കൽപ്പിക്കുന്നത്. ഈ ഒരാശയത്തിന് ആര് എതിര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പതിവുണ്ട്. അത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും പണ്ഡിതന്മാര് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സമൂഹം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബാ കിറാം മനസ്സിലാക്കിയ ശരിയായ പാതക്കോ എതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഒരാളെയും അത് അന്ധമായി അനുകരിക്കുന്നില്ല, ഒരാളെയും അത് കണ്ണടച്ച് അനുകരിക്കുന്നില്ല. കണ്ണടച്ച് അനുകരിക്കാവുന്ന, അന്ധമായി അനുകരിക്കാവുന്ന ഒരൊറ്റ നേതാവേ അവർക്കുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇങ്ങനെ പ്രമാണങ്ങളിലൂടെ തെളിഞ്ഞ ഒരു കാര്യം, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അഥവാ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം മനസ്സിലായി, ഹദീസുകളിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, അതാദ്യമായി കേൾക്കും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള സഹാബത്തിൽ നിന്നൊരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യമായി, അഭിപ്രായാന്തരമില്ലാതെ ബോധ്യമായി കഴിഞ്ഞാൽ ആ പ്രമാണങ്ങളിൽ തെളിഞ്ഞ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിന് പിന്നെ മുജാഹിദുകൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ല. അവർ നോക്കുന്നത്, വില കൽപ്പിക്കുന്നത് പ്രമാണങ്ങൾക്കാണ്. ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഉത്തമരായ തലമുറ എന്നതാണ് അവർ വീക്ഷിക്കുന്നത്, പരിശോധിക്കുന്നത്. അതിൽ തെളിഞ്ഞ ഒരു കാര്യം പിന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കൊച്ചു ബുദ്ധിയെ അള്ളാഹുവിന്റെ വഹയുകളാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ മേന്മയേക്കാൾ മനുഷ്യരുടെ ബുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അഥവാ അഖിലിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാലും ശരി, സഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം വന്നാലും ശരി, അതെന്റെ ബുദ്ധി അംഗീകരിക്കണം, എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടണം. എന്റെ ബുദ്ധിക്ക് 100% അംഗീകരിച്ചാലല്ലാതെ ഖുർആനിലുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല, ഹദീസിലുള്ളത് ഞാൻ അംഗീകരിക്കില്ല. അതെന്റെ ബുദ്ധിക്കൊപ്പിച്ചുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത. ഇങ്ങനെ ബുദ്ധിക്ക് വഹീനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രവണത ലോകത്ത് പിഴച്ച കക്ഷികളിൽ കാണുന്നുണ്ട്. ആ ആദർശത്തെ ശക്തമായി എതിർക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് ആമുഖമായി എന്റെ സഹോദരന്മാര് സഹോദരിമാര് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ. വിശുദ്ധ ഖുർആനിലെ എമ്പാടും ആയത്തുകളിൽ നമുക്ക് ഈ വിഷയം കാണാം. 2-3 ഉദാഹരണത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല തന്നെ. നാം കൃത്യമായി മനസ്സിലാക്കണം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഏതാദർശം പറയുമ്പോഴും ഈ വരും മൗലികമായ മാനദണ്ഡം അവർ മുമ്പിൽ വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ആശയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹീഹായ വചനങ്ങളിലൂടെ ഒരാദർശം അങ്ങ് പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എത്തിച്ചു തന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനം അങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ ആ തീരുമാനത്തെ അവരപ്പടി അങ്ങ് അംഗീകരിക്കുന്നത് വരെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായാന്തരത്തിലായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നെ അവർ സമ്പൂർണ്ണ വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനൂകളാവുകയില്ല. പിന്നീടോ സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം,
പിന്നീട് അവരുടെ മനസ്സുകളിൽ തോന്നാനും പാടില്ല ഹറജം മിമ്മാ ഖദൈത, നീ വിധിച്ച ഒരു വിധിയോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരാശയത്തോട് യാതൊരു മനസ്സാക്ഷിക്കുത്തും തോന്നാതെ കണ്ട്, മനസ്സിൽ ഒരു വിഷമവും തോന്നാതെ വയുസല്ലിമൂ തസ്ലീമാ, സമ്പൂർണമായ നിലക്കവരത് അംഗീകരിച്ചു കൊള്ളണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനി എങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റും? എന്തായാലും സ്വീകരിക്കുക തന്നെ എന്നിങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ടല്ലാതെ ഇത്തിരി വിഷമത്തോടുകൂടി സ്വീകരിച്ചാൽ മുഅ്മിനാവുകയില്ല. ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, ഹദീസിൽ ഒരു കാര്യം പറഞ്ഞു. അത് ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ ഏത് വിഷയമാവട്ടെ, വിശ്വാസരംഗമാകട്ടെ, കർമ്മരംഗമാവട്ടെ, മറ്റേത് വിഷയമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തെളിഞ്ഞു കിട്ടിയോ എങ്കിൽ അത് 100% മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അംഗീകരിക്കുവോളം വയുസല്ലിമൂ തസ്ലീമാ, സമ്പൂർണമായി അവരതിന് കീഴ്പ്പെടുവോളം അവര് മുഅ്മിനീങ്ങളാവുകയില്ല തന്നെ. ഇതേ ആശയം നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലും പഠിപ്പിക്കുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ആരെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ പാടില്ല തന്നെ. എന്തു പാടില്ല? അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ ഒരാശയം അങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടില്ല തന്നെ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നീട് അവരുടെ സ്വന്തം വകയായിട്ടൊരു തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമില്ല. ഞാനൊന്നുകൂടി പരിശോധിക്കട്ടെ, ആ ഹദീസിൽ പറഞ്ഞ ആശയം ഞാൻ എന്റെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കട്ടെ, ആയത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന ചിന്ത അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞോ ഇല്ലേ എന്നതാണ് പ്രശ്നം. അല്ലാഹുവും അവന്റെ റസൂലും വിധിച്ചിട്ടുണ്ടോ, തീരുമാനിച്ചിട്ടുണ്ടോ, പ്രഖ്യാപനം വന്നിട്ടുണ്ടോ, അത് മാത്രമേ ഒരു വിശ്വാസി നോക്കുന്നുള്ളൂ. അതിനപ്പുറം നോക്കുന്നുവെങ്കിൽ വമൻ യഅസില്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ ഏറ്റവും വ്യക്തമായ വഴികേടിൽ തന്നെ. ഇനിയും നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലുള്ളാഹിനോട് ധിക്കാരം കാണിച്ചാൽ, റസൂലുള്ളാഹിനോട് വേർപിരിവ് കാണിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അൽ ഹുദാ, മാർഗദർശനം എന്താണെന്ന് കൃത്യമായി വ്യക്തമായതിനു ശേഷവും ആ മാർഗത്തോട് ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ജീവിച്ചിട്ടുള്ള പാത, അവരിൽ മുമ്പന്മാരാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരെ പിൻപറ്റിയവരായിരിക്കുന്ന നല്ലവരായിട്ടുള്ള ആളുകളും, അങ്ങനെ മുഅ്മിനീങ്ങളുടെ പാതയിൽ നിന്ന് സഹാബത്തിന്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിന് പകരം അവരല്ലാത്തവരുടെ പാതയെ പിൻപറ്റുകയും അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തിരിഞ്ഞയിടത്തേക്ക് അവന് നാം തിരിച്ചുവിടുന്നതും അവന്റെ അവസാനം നരകത്തിലെത്തുന്നതുമാണ് എന്ന ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ സഹോദരന്മാരെ, ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനം ഏതൊരാദർശം ജനങ്ങളോട് പറയുന്നതും പുതിയ ആശയമല്ല, അത് പഴയ ആദർശമാണ്, പഴയ ആശയമാണ്. അത് കുറ്റമില്ലാത്ത കളങ്കമില്ലാത്ത ആശയമാണ്. കാരണം തെറ്റുപറ്റാത്ത വഹിയില്ലെന്ന്, അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന വഹി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ, അറിയണം ജനങ്ങളെ, ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, അതുപോലെ വേറെയും അത്ര തന്നെയും നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആനും ഹദീസുമാകുന്ന ആ വഹ്യ് അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ നിലക്ക് കൃത്യമായി അത് ആദർശങ്ങളെ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ആശയങ്ങളെ ജനങ്ങളോട് ദഅവത്ത് നടത്തുമ്പോ ഈ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യം പറയേണ്ടതേ ആദ്യം പറയുകയുള്ളൂ, അവസാനം പറയേണ്ടത് അവസാനം പറയുകയും ചെയ്യും.
ആരാണ് ഈ മാനദണ്ഡം നിശ്ചയിച്ചത്? ആരാണ് ഈ തർത്തീബ് നിശ്ചയിച്ചത്? ആരാണ് ഈ മുൻഗണനാക്രമം നിശ്ചയിച്ചത്? അതും അവർ വഹയിൽ നിന്നാണ് മനസ്സിലാക്കിയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ ആശയം അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള സർവ്വ അമ്പിയാക്കന്മാരും പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും പോയിട്ടുള്ള ആശയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാകുന്നു. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതനെയും നാം അയച്ചിട്ടില്ല. ആ ദൂതന് നാം ബോധനം നൽകിയിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന. തീർച്ചയായും കാര്യം മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനൊഴികെ ഒരാരാധ്യനേയില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. ഇത് പറയാത്ത ഒരൊറ്റ അമ്പിയാക്കന്മാരും കഴിഞ്ഞു പോയിട്ടില്ല. ഈ ആശയമാണ് മുജാഹിദുകൾ ജനങ്ങളോട് ഏത് കാലഘട്ടത്തിലും വളച്ചുകെട്ടില്ലാതെ പറയുന്നത്. അതിൽ മുഖ്യമായ പ്രമേയമായി സ്വീകരിച്ചത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നതാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടും നടത്താമെന്ന് പറയുന്നവരുണ്ടായതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആശയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറയപ്പെടുന്നവർ ലോകത്ത് ജനങ്ങളുടെ മുമ്പാകെ ആർജവത്തോടുകൂടി ഈ പ്രസ്ഥാനം ആദ്യമായി പറയുന്നു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അത് പ്രഖ്യാപിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞതാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയേ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല. ഈ ആശയമാണ് മുജാഹിദുകൾ പ്രഥമമായും പ്രധാനമായും പറയുന്നത്. മുൻഗണനാക്രമത്തോടുകൂടി പറയുമ്പോ ആദ്യം അമ്പിയാക്കന്മാര് പറഞ്ഞതും ഈ കാര്യം തന്നെയാണ്. എന്താണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറയാൻ കാരണം? പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിക്ക്, ശക്തികൾക്ക് ചില പ്രത്യേകതകൾ വേണം. അതുള്ളവനാരാണെന്നാണ് നിഷ്പക്ഷരായ ആളുകൾ ആലോചിക്കേണ്ടത്. ആർക്കാണ് പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യതയുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇലാഹാകണോ ചില യോഗ്യതകൾ വേണം. അതിൽ പരമപ്രധാനമായ ഒന്ന്, ഖാലിഖ് മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യനുള്ളൂ. ഖാലിഖാവണം, സ്രഷ്ടാവാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്ന വചനത്തിലും ഒട്ടേറെ ആയത്തുകളിലും അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവനാണ്. അപ്പൊ ഖാലിഖ് എന്ന് പറയുന്ന വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേയുള്ളൂ. ഈ ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് പടച്ചു എന്ന് പറയാനൊക്കുമോ? മനുഷ്യനെ പടച്ചവനല്ലേ മനുഷ്യന്റെ വിളി കേൾക്കാനാകൂ, മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിയാനാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ നാമാണ് പടച്ചത്. മനുഷ്യനെ അല്ലാഹു പടച്ചു എന്നുള്ളത് കൊണ്ട് വനഅലമു, അല്ലാഹു പറയുന്നു, അല്ലാഹ് അവകാശപ്പെടുകയാണ്, വനഅലമു, നാം നന്നായി അറിയുന്നുണ്ട്, മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സെന്താണ് മന്ത്രിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് അറിയുന്നത്. ഈ നിലക്ക് മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ, മനുഷ്യന്റെ മനസ്സറിയാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്ക് സാധിക്കും? അതേപോലെ തന്നെ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി, ശക്തി എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകണ്ടേ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവർക്കല്ലേ എല്ലാ ജീവിച്ചിരിക്കുന്നവരുടെയും പ്രാർത്ഥന കേൾക്കാൻ കഴിയൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം അവകാശപ്പെട്ട കാര്യം പറയുകയാണ്. അവൻ ഹയ്യാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഖയ്യൂമാണ്. ഒരിക്കൽ പോലും അവന് ക്ഷീണം പിടിപെടുന്നതല്ല. ലാ തഅഖുദുഹു സിനത്തുൻ, ഒരു മയക്കം പോലും അവനെ പിടികൂടുകയില്ല. വലാ നൗമുൻ, ഉറക്കവും അവനെ ബാധിക്കുന്നതല്ല. അങ്ങനെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാവരെയും സൃഷ്ടിച്ചവനായ, ഏതു സമയത്തും ഉണർന്നിരിക്കുന്ന, ക്ഷീണമില്ലാത്ത,
മയക്കമില്ലാത്ത, ഉറക്കമില്ലാത്ത, തളർച്ചയില്ലാത്ത ഒരേ ഒരു ശക്തി, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിച്ചു പോകാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യായ അല്ലാഹുവിന്റെ മേൽ നിന്റെ കാര്യങ്ങൾ നീ ഏൽപ്പിച്ചോ. മരിച്ചവരോട് പറഞ്ഞാൽ അവർക്ക് എല്ലാം കേൾക്കാൻ കഴിയുമോ? അല്ലാഹു പറയുന്നു, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവൻ സമീആണ്. അതുപോലെ തന്നെ അറ്റമില്ലാത്ത കാഴ്ചയുടെ ഉടമയായ ബസീറാണവൻ. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പൊതുവായ അറിവ് മാത്രമല്ല, കൃത്യമായി ഓരോന്നിനെ സംബന്ധിച്ചും തലനാരിഴകീറി ഓരോന്നിനെ സംബന്ധിച്ചും വ്യക്തമായ അറിവുള്ള അലീമാണവൻ. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ, അത് സ്ഥാപിച്ചു കൊടുക്കാൻ, അത് നിവർത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഖദീറുമാണവൻ. ഇങ്ങനെ ഖാലിഖായ അല്ലാഹു, ഹയ്യായ അല്ലാഹു, ഉറങ്ങാത്ത അല്ലാഹു, മയങ്ങാത്ത അല്ലാഹു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, മരിച്ചു പോകാത്തവനായ നാഥൻ, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന നാഥൻ, എല്ലാ ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന നാഥൻ, എല്ലാ ഇൽമുകളും തികഞ്ഞിട്ടുള്ള എല്ലാ അറിവിന്റെയും ഉടമയായ നാഥൻ, ഏത് പ്രശ്നങ്ങൾക്കും എനിക്ക് കഴിയില്ല എന്നൊരു മറുപടിയില്ലാതെ എല്ലാത്തിനും കഴിവുള്ള ഖദീറായ നാഥൻ. ഈ വിശേഷണങ്ങളൊക്കെ ആരിലാണ് സമ്മേളിക്കുന്നത്? അവനെ മാത്രമേ ദുആ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഒന്നിനെ പടച്ചവനുണ്ടെന്ന് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് പറയാൻ കഴിയുമോ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് മതവിഭാഗക്കാരായാലും, അത് മാപ്പിളമാരാണെങ്കിലും മറ്റേതു വിഭാഗക്കാരാണെങ്കിലും, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ചതല്ല. അത് ഇന്ന ശൈഖ് സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന അമ്മ സൃഷ്ടിച്ചതാണ്, അതല്ലെങ്കിൽ ഇന്ന ബാബ സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന മഹാത്മാവ് സൃഷ്ടിച്ചതാണ് എന്ന് പറയാനൊക്കുമോ? സ്വന്തം ശരീരത്തിലെങ്കിലും രണ്ട് കണ്ണുകൾ പടച്ചത് അള്ളയാണെങ്കിലും മൂക്ക് പടച്ചത് മറ്റൊരാളാണെന്നോ, രണ്ട് കൈകൾ പടച്ചത് അള്ളയാണെങ്കിലും കാല് പടച്ചത് വേറൊരാളാണെന്നോ പറയാൻ ലോകത്ത് ഏതെങ്കിലും ശക്തിക്ക് സാധ്യമാണോ? ഇത് എന്റെ വെല്ലുവിളിയല്ല, അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. അറൂനീ, നിങ്ങളെനെക്കൊന്ന് കാണിച്ചതായോ എന്ന് അല്ലാഹു വെല്ലുവിളിക്കുന്നുണ്ട്. ഏത് വിഷയത്തിൽ? അല്ലാഹു അല്ലാതെ ആരെങ്കിലും വല്ലതും പടച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കൂ എന്നാണ് അല്ലാഹുവിന്റെ വെല്ലുവിളി. അത് കാണിക്കാൻ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. അതുപോലെ എല്ലാം കാണാനും, എല്ലാം കേൾക്കാനും, എല്ലാം അറിയാനും, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും, സർവകാര്യങ്ങൾക്കും ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തന്നെ വളരെ ലളിതമായ നിലക്കങ്ങ് പരിഹരിച്ചു കൊടുക്കാനും കഴിവുള്ളവനായ നാഥൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമീഅ് ആണോ, ബസീർ ആണോ, അലീമാണോ, ഖദീറാണോ, ഹയ്യാണോ, ഖാലിഖാണോ, ഉറങ്ങാത്ത മഹാത്മാവാണോ, മരിക്കാത്ത മഹാത്മാവാണോ? ഒരിക്കലും അല്ല. ഈ ലോകത്ത് നിന്ന് എല്ലാവരും വിട പറയേണ്ടവർ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്നല്ലേ പറയുന്നത്? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ മാർഗദർശനം കിട്ടൂ എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സഹാബത്ത് വിശ്വസിച്ചത് എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന അകലത്തിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിച്ചാൽ മാത്രമേ പ്രവാചകൻ കേൾക്കുകയുള്ളൂ എന്നല്ലേ സഹാബിമാര് മനസ്സിലാക്കിയത്. ആർക്കെങ്കിലും അല്ല എന്ന് പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധ്യമാണോ? സാധ്യമല്ല തന്നെ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദറത്തിലേക്ക്, സദസ്സിലേക്ക് സംശയം ചോദിക്കാൻ വേണ്ടി നിരവധി അനവധി സഹാബിമാരതാ മദീനയുടെയും അതേപോലെ തന്നെ മക്കയുടെയും ഒക്കെ വിദൂരമായ ദേശങ്ങളിൽ നിന്ന് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള ഒരു സൗകര്യങ്ങളുമില്ലാതെ തന്നെ, വാഹനങ്ങളില്ലാതെ തന്നെ അവർ നടന്നും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെയായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. എന്തിന്? ദീനൊന്ന് പഠിപ്പിക്കൂ നബിയേ, ഇസ്ലാം ഒന്ന് പറഞ്ഞു തരൂ നബിയേ, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് നബിയേ, അതൊന്ന് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നില്ലേ, യസ്അലൂനക യസ്അലൂനക എന്നിങ്ങനെ മുസ്ലിം
മുസ്ലിമീങ്ങൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചും കാഫിറുകൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചുമൊക്കെ ഖുർആൻ പറയുന്നില്ലേ, നിന്നോടവർ ചോദിക്കുന്നു എന്ന്. പല മസ്അലകളും ചോദിക്കാൻ, അത് പഠിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസന്നിധിയിലേക്ക് തന്നെ സഹാബിമാരെന്തിനാ വിദൂരമായ ദേശത്ത് നിന്ന് വന്നത്? അവര് വിശ്വസിച്ചത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മഹാനായ ആ പ്രവാചകൻ കേൾക്കുന്ന അകലത്തിൽ ചെന്ന് വിളിച്ചാലേ അവിടുന്ന് കേൾക്കൂ, കേൾക്കുന്ന ദൂരത്ത് നിന്നുകൊണ്ട് സംസാരിച്ചാലേ അവിടുത്തേക്ക് മനസ്സിലാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ സഹാബിക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ വീട്ടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ദൂതരെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബിമാരാരെങ്കിലും അവിടുന്ന് കേൾക്കാത്ത ദൂരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടോ? സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തേ നബി തിരുമേനിയുടെ ഹദറത്തിൽ തന്നെ വരാൻ കാരണം? ദൂരെ നിന്ന് വിളിച്ചാൽ റസൂലുള്ളാഹിയുടെ കേൾവിക്ക് പരിമിതിയുണ്ട്. അടുത്ത് വെച്ച് വിളിച്ചാലേ കേൾക്കുകയുള്ളൂ. ഈ ഒരു കാര്യത്തിൽ എന്തിനാ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എല്ലാം കാണാൻ കഴിയുമോ? ഈ ലോകത്ത് നടക്കുന്ന സർവവും കാണാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് പോലും സാധിച്ചിട്ടുണ്ടോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തന്റെ സാമ്രാജ്യത്തിലേക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മിഹ്റാജിന് വേണ്ടി സപ്താകാശങ്ങളുടെയും മുകളിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് സർവരും അംഗീകരിക്കുന്നവരാശയമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരിടത്തിരുന്നു കൊണ്ട് എല്ലാം കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ, ആ അത്ഭുതങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, അത് കാണാവുന്ന കേന്ദ്രത്തിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ക്ഷണിച്ചു വരുത്തിയതാണ്, വിളിച്ചു കൊണ്ടുപോയതാണ്. ഇതാർക്കാ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്? ഇങ്ങനെ ഒരിടത്തിരുന്നു കൊണ്ട് എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ, എല്ലാം കാണാൻ കഴിവുള്ളവൻ, ഇനി എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തൊരു മോഹമായിരുന്നു, തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനൊന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ കൊള്ളാം, കുടുംബക്കാരൊക്കെ ഒന്ന് മുസ്ലിമായാൽ കൊള്ളാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോഹത്തെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞതെന്താണ്? وما أكثر الناس ولو حرصت بمؤمنين. ഓ നബിയേ, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും താങ്കൾ എത്ര കൊതിച്ചാലും മോഹിച്ചാലും ശരി വിശ്വാസികളാകുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നിരുന്ന വ്യക്തിയല്ലേ? മരണത്തിന്റെ നേരത്തും പോയി പറഞ്ഞു നോക്കി, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അത് കേൾപ്പിക്കാനല്ലേ മുത്തുനബിക്ക് സാധിച്ചുള്ളൂ. ആ കേൾപ്പിക്കപ്പെട്ട കാര്യം അവിടുത്തെ ഹൃദയത്തിലേക്ക് അങ്ങ് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഹിദായത്തിന്റെ വഴിത്താരയിലേക്ക് കൊണ്ടുവരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സാധിക്കാതെ പോയല്ലോ. എന്തേ? ഇവിടെ മനുഷ്യന്റെ കഴിവിന്റെ പരിമിതിയാണത്. അത് അല്ലാഹുവിനും അവകാശപ്പെട്ട സംഗതിയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ ദൂതരോടാ റബ്ബ് പറയുന്നത്, ഓ നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ മാർഗദർശനത്തിലാക്കുന്നു എന്ന്. ഇതല്ലേ സഹാബത്തും വിശ്വസിച്ചത്? ഇതല്ലേ താബീങ്ങളും വിശ്വസിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറിവിനെ സംബന്ധിച്ച് അവിടുത്തേക്ക് എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാൻ കഴിവുണ്ടായിരുന്നുവോ? എല്ലാം അറിയാവുന്ന അലീമായി അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനല്ലാതെ ആരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും എല്ലാം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല.
സഹാബ പുരുഷന്മാർ അങ്ങനെയാണ് വിശ്വസിച്ചത്, സഹാബ സ്ത്രീകളും അങ്ങനെയാണ് വിശ്വസിച്ചത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട വിരുന്ന് സൽക്കാരത്തിൽ ഒരുക്കിയിരിക്കുന്ന മാംസങ്ങളിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യക്തിപരമായി വെറുപ്പുള്ള മാംസവുമുണ്ട്. ഉടുമ്പിന്റെ മാംസത്തോട് പ്രവാചകന് വിരക്തിയായിരുന്നു. ഇസ്ലാമിൽ ഒരു നിഷിദ്ധമായ മാംസമല്ലെങ്കിലും അവിടുത്തേക്ക് വ്യക്തിപരമായി ആ മാംസത്തോട് വെറുപ്പായിരുന്നു. അതേ അവസരത്തിൽ പല മാംസങ്ങളും ഒരുക്കിയ കൂട്ടത്തിൽ ഉടുമ്പിന്റെ മാംസവും തളികയിൽ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യ് ഒരു തളത്തിലേക്ക് നീങ്ങുകയാണ്, ഒരു തളികയിലേക്ക് നീങ്ങുകയാണ്. ആ തളികയിലാണെങ്കിൽ പ്രവാചക തിരുമേനി ഇഷ്ടപ്പെടാത്ത ഉടുമ്പിന്റെ മാംസമാണുള്ളത്. ആ അവസരത്തിൽ തനിക്കിഷ്ടമുള്ള മാംസമാണെന്ന് വിചാരിച്ചിട്ടാ അവിടുത്തേക്ക് കൈകൊണ്ടുപോകുന്നത്. ആ അവസരത്തിൽ അതാ അകത്ത് നിന്ന് സഹാബാ പെണ്ണുങ്ങൾ അല്ലാഹു റളിയല്ലാഹു അൻഹുന്ന എന്ന് പറഞ്ഞ ആ സഹാബാ കിറാമിന്റെ ഭാര്യമാരില്ലേ, ആ സഹാബാ പെണ്ണുങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കൂ, അത് ഉടുമ്പിന്റെ മാംസമാണെന്ന് പറയൂ. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സഹാബാ സ്ത്രീകൾ എന്താ വിശ്വസിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലിരിക്കുന്ന പ്ലേറ്റിലുള്ള മാംസം അതേത് മാംസമാണെന്നറിയാതെ തനിക്കിഷ്ടമുള്ള മാംസമാണെന്ന് വിചാരിച്ചിട്ടാ കൈകൊണ്ടുപോകുന്നത്. അപ്പോഴാണ് പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നത്, പറയൂ കൂട്ടുകാരനോട്, പറയൂ കൂട്ടുകാരനോട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയൂ, അത് ഉടുമ്പിന്റെ മാംസമാണെന്ന്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവലിക്കുന്നു. സഹാബിമാര് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ ലബ്ബുൻ യാ റസൂലല്ലാഹ്, അത് വേവിച്ച ലബ്ബാണ്, ഉടുമ്പാണ് നബിയേ എന്ന് സ്വഹാബ പുരുഷന്മാര് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറിവിനെ സംബന്ധിച്ച് സ്വഹാബ പുരുഷന്മാരെന്താ മനസ്സിലാക്കിയത്, സ്വഹാബ സ്ത്രീകൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ലോകത്തുള്ള സംസാരങ്ങൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുമെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നാം അല്ലാഹുവിന്റെ ശക്തിയെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് എഴുതിവിട്ടിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ചിന്തിച്ചോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ ഭൗതികമായ ശരീരം ഖബറിലേക്ക് ആഴ്ത്തുന്നതിന്റെ മുമ്പേ സഹാബിമാർക്കിടയിൽ എത്ര വിഷയത്തിൽ തർക്കമുണ്ടായി, എത്ര വിഷയത്തിൽ തർക്കമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരം എവിടെയാണ് അടക്കേണ്ടത് എന്ന് സഹാബിമാര് ഒന്നാമതായി തർക്കം ഉടലെടുത്തു. ആ അവസരത്തിൽ പല അഭിപ്രായങ്ങളും വന്നെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാര് അവർ മരിച്ചു കിടക്കുന്നിടത്ത് വഫാത്തായിടത്ത് തന്നെയാണ് ഖബറൊരുക്കേണ്ടത് എന്ന തീരുമാനമാണ് അംഗീകരിക്കപ്പെട്ടത്. എത്ര ചർച്ചകൾ അതിന്റെ മുമ്പുണ്ടായി. ഏതെങ്കിലും ഒരു സഹാബിക്ക് തോന്നിയോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് തോന്നിയോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് തോന്നിയോ, മരുമകനും 4ാമത്തെ ഖലീഫയുമായ അലി റളിയല്ലാഹു തആല അൻഹുവിന് തോന്നിയോ? എന്തിനാ നമ്മൾ തർക്കിക്കുന്നത്? അവിടെ പോയിട്ടൊന്ന് ചോദിച്ചുകൂടെ? റസൂലുള്ളാഹിയുടെ ഭൗതികമായ ആ ശരീരം മണ്ണിലേക്ക് ആഴ്ത്തിയിട്ടില്ലല്ലോ. നമുക്കൊന്ന് ചോദിക്കാം, നബിയെ അങ്ങയെ എവിടെയാണ് മറമാടേണ്ടത് അങ്ങ് ഇഷ്ടപ്പെടുന്നത് എന്ന്. എങ്കിൽ സഹാബിമാര് ചോദിച്ചോ? അവർ പോയില്ലല്ലോ, അവർ ചോദിച്ചില്ലല്ലോ. കാരണം അവർക്കറിയാം മുത്ത് മുസ്തഫ വഫാത്തായിരിക്കുന്നു, ഭൗതികമായ ലോകത്തിന്റെ ബന്ധം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ പോയി ചോദിച്ചില്ല. ഇനി 2ാമത്തെ തർക്കം നോക്കൂ നിങ്ങൾ. അതാ സഹാബിമാർക്കിടയിൽ തർക്കം വരുന്നു. ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫ ആരായിരിക്കണം? മഹാനായ നബി തങ്ങൾ വഫാത്തായില്ലേ, ഇനി ആരാണ് രാഷ്ട്രത്തിന്റെ ഖലീഫയാകേണ്ടത്? തീരുമാനം ചൂടുപിടിച്ച ചർച്ച അവിടുത്തെ പ്രത്യേകമായി ഒരുക്കപ്പെട്ട പന്തലിൽ വെച്ച് നടക്കുകയാണ്. പക്ഷേ ഒരൊറ്റ സഹാബിക്കും തോന്നിയില്ല, എന്തേ മുത്ത് മുസ്തഫയുടെ ഭൗതികമായ ശറഫാക്കപ്പെട്ട ശരീരം അതാ ഭൂമി പുറത്ത് തന്നെയുണ്ടല്ലോ, മണ്ണിലേക്ക് ആഴ്ത്തിയിട്ടില്ലല്ലോ, ഒന്ന് പോയി ചോദിക്കാം നമുക്കെന്ന്. ഓ നബിയേ,
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വഫാത്തായല്ലോ, ഇനി അങ്ങയുടെ ആ സ്ഥാനത്തേക്ക് അഥവാ ഖലീഫയായിട്ട് പ്രതിനിധിയായിട്ട് ഇനി ആരെയാണ് അങ്ങ് തെരഞ്ഞെടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്കിടയിലെ തർക്കമൊന്ന് തീർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏതെങ്കിലും ഒരു സഹാബി പോയി ചോദിച്ചിരുന്നുവെങ്കിൽ ഇവര് വിശ്വസിക്കുന്നതെന്താണ്, ഇന്ന് സമൂഹം വിശ്വസിക്കുന്നതെന്താണ്? ശറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ ആ ഖബറിന്റെ ഭാഗത്ത് പോയി നിന്നിട്ട് അതാ റിഫായി ശൈഖ് 4 വരി കവിത അങ്ങ് ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തു. ചില റിപ്പോർട്ടുകളിൽ അവർ പറയുന്നു ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും പുറത്തേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്ന കക്ഷികളിലെ സഹാബത്തിന്റെ വിശ്വാസം ഇതായിരുന്നുവോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖബറിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊന്ന് പോയി ചോദിച്ചുകൂടെ ആരാണ് ഖലീഫയാകേണ്ടതെന്ന്? എന്നാൽ പിന്നെ അവിടുത്തേക്ക് ആ കൈ ഒന്നാകെ വെക്കുന്നതിന്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാ വിരലൊന്നങ്ങ് ചൂണ്ടിയാൽ പോരായിരുന്നോ? അബൂബക്കർ നിൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ആ വിരലൊന്ന് ചൂണ്ടിയാൽ പ്രശ്നം അവസാനിക്കുമായിരുന്നില്ലേ? പക്ഷേ അങ്ങനെ സഹാബിമാര് പോയില്ല, അവര് ചോദിച്ചില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചു കഴിഞ്ഞു. അതാണ് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറയുന്നത് അവർക്കേ മാർഗദർശനം കിട്ടുകയുള്ളൂ. ഇന്ന് നടപ്പുള്ളതൊക്കെ സഹാബത്ത് അംഗീകരിച്ചതാണോ? അല്ല എന്നുറപ്പാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞപ്പോ ഒരു കാലഘട്ടത്തിലെ മുസ്ലിയാക്കന്മാർക്ക് തത്വത്തിൽ അവര് അള്ളാഹു അല്ലാത്തവരെയാണ് പ്രാർത്ഥിച്ചിരുന്നത് എങ്കിലും ആ പ്രാർത്ഥന എന്ന പേര് പറയാൻ അവർ ശങ്കിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പണ്ടത്തെ മുസ്ലിയാക്കന്മാർക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പദം ഭയമായിരുന്നു. ഇന്നും അന്നും ചെയ്യുന്നത് ഒന്ന് തന്നെയായിരുന്നുവെങ്കിലും പ്രാർത്ഥന എന്ന പദം അവർ പറയാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, അവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽ ഖൗലുസ് സദീദ് എന്ന ഏറ്റവും പഴക്കമുള്ള പുസ്തകത്തിൽ തന്നെ ഈ ആശയം നമുക്ക് കാണാൻ സാധിക്കും. ഞാനതിപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ആളുകൾ അതൊക്കെ വിശദീകരിക്കുന്നതാണ്. പിന്നെയോ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി പിന്നെ എത്തിയതെങ്ങോട്ടാണ്? പ്രാർത്ഥിക്കുക എന്ന് പറയാൻ പാടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു മുസ്ലിമും അങ്ങനെ പറയില്ല എന്നാണ് പറഞ്ഞത്. ഒരൊറ്റ വാചകം മാത്രം കേൾപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് പഴയ കാലത്തുള്ള അൽ ഖൗലുസ് സദീദ് എന്ന പുസ്തകത്തിൽ മുസ്ലിയാർ എഴുതി. അന്നവര് പറഞ്ഞു ഒരു മുസ്ലിമും അങ്ങനെ പറയൂല എന്ന്. എന്ത്? അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയില്ലെന്ന് പറഞ്ഞ അതേ കക്ഷി ഇപ്പോൾ നിർഭയരായിക്കൊണ്ട് പറയുന്നു മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ചോദിക്കുമ്പോ അനുവദനീയമാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല, പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്നതിന് നൂറുകണക്കിന് തെളിവുകൾ ഞാൻ ഓതി എന്ന് അഭിമാനപൂർവം ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗമായി അതപ്പതിച്ചുപോയി. അവിടെ നിന്നും തീർന്നില്ല. ഇപ്പോൾ പിന്നെ എങ്ങോട്ടെത്തി? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണെന്നായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി? അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല പോലും എന്നിടത്തേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കാൻ ഈ ലോകത്ത് അധികാരമുള്ള ഒരൊറ്റ വ്യക്തിയേയുള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്നിടത്തേക്കാണ് പുതിയ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ അർഹതയില്ല പോലും. ചോദിക്കാൻ അർഹതയും അവകാശവുമുള്ളത് നമുക്ക് നബിയോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ.
വേൾഡിലുള്ള പോലും അള്ളാഹുവിനോട് ചോദിക്കാൻ അധികാരമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണെന്ന് പച്ചയായി പറയുന്ന പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലത്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്തൊരു അപകടത്തിലേക്കാണ് ഈ സമുദായം എത്തിപ്പോയത്. മാത്രമല്ല പറഞ്ഞു എവിടെ എത്തിയെന്നോ, സ്രഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കുന്ന സർവ്വ കാര്യങ്ങളും ഒരു കാര്യവും ഒഴിയാതെ അതേത് കാര്യത്തിനാണെങ്കിലും നരകത്തിൽ നിന്ന് കാക്കണേന്നോ, ഹിദായത്ത് തരണേന്നോ, രോഗം മാറ്റിത്തരണേന്നോ, ഏത് തന്നെ വിഷയമാണെങ്കിലും സൃഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കുന്ന സർവ്വ വിഷയങ്ങളും സൃഷ്ടികളോടും ചോദിക്കാം എങ്കിലേ സുന്നിയാകൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്തൊരപകടമാണ്! ഇനി എന്തിനാണ് ഇവർക്ക് ഇനി അള്ളാഹുവിന്റെ ആവശ്യമെന്ത്? ഈ ഒരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയിരിക്കുന്നു സഹോദരന്മാരെ. മാത്രമല്ല ഇസ്ലാമിന്റെ തൗഹീദിന്റെ വിളംബരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന യുഗയുഗാന്തരങ്ങളോളമായി ലോക മുസ്ലിമീങ്ങൾ പ്രഖ്യാപിക്കുന്ന തെൽബിയത്തിന്റെ മുദ്രാവാക്യം വിളിക്കുന്ന ഹജ്ജിനെ പോലും ആണ്ട് നേർച്ചയാക്കി തരം താഴ്ത്തിയില്ലേ? അന്താരാഷ്ട്ര ഉറൂസ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര ആണ്ട് നേർച്ച എന്നാണ് ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നത്. മിനായിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ച് അവിടെ അതാ കൊടികുത്ത് നേർച്ച എന്നല്ലേ പറയുന്നത്? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ മിനായിൽ കുത്താത്തരെന്നാണ് നിർലജ്ജം ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉറൂസും ആണ്ട് നേർച്ചയും മിനായിലെ ഒത്തുകൂടൽ എന്ന് പറഞ്ഞാൽ തരം താണ കൊടികുത്ത് നേർച്ചയും ഒക്കെയായി വിശദീകരിക്കുന്ന ഒരു കാലം തീർന്നുവോ? മുസ്ലിം ലോകം വളരെ ആദരവോടുകൂടി കാണുന്ന ദുൽഹജ്ജ് 10 മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം ചില വ്യക്തികളുടെ കലണ്ടറുകളിൽ, ചില സ്ഥാപനങ്ങളുടെ കലണ്ടറുകളിൽ അവർ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന കക്ഷികളാണ്. അവരുടെ കലണ്ടറുകളിൽ ദുൽഹജ്ജ് 10 ഏറ്റവും വലിയ നഹ്സായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും മോശപ്പെട്ട ദുർദിനം, അശുഭകരമായ ദിവസമായിട്ടാണ് ദുൽഹജ്ജ് 10 കാണുന്നത്. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, ദർഗയിൽ പോയി ആളുകൾ സുജൂദ് ചെയ്യുമ്പോ അത് സ്രഷ്ടാവാണെന്ന് വിചാരിക്കാതെയാണെങ്കിൽ കുഴപ്പമില്ല. ശരിയായ വിശ്വാസം അടിയുറച്ചുകൊണ്ട് ചെയ്താലും അത് ശിർക്കാവുകയില്ല. എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി തീർന്നുവോ? എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ ആരാധനയായിട്ടേ വരികയുള്ളൂ എന്ന് ത്വരീഖത്തുകാർ എഴുതിവിടാൻ തുടങ്ങി. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിവിടാൻ തുടങ്ങി. കല്ലിനെ ആരാധിച്ചാലും, ചന്ദ്രനെ ആരാധിച്ചാലും, സൂര്യനെ ആരാധിച്ചാലും എല്ലാം കാണുന്നതൊക്കെ അള്ളയാണ്, അള്ളയല്ലാതെ മറ്റൊന്നുമില്ല. ഈ ലോകത്ത് കാണുന്നതൊക്കെ എന്താണ് ഇവിടെ കാണുന്നതെങ്കിലും ഇവിടെയുള്ളതെല്ലാം അള്ളാഹു തന്നെ. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം അള്ളയാണ്. എന്തിനെ ആരാധിച്ചാലും, എന്തിനോട് പ്രാർത്ഥിച്ചാലും, എന്തിനെ പൂജിച്ചാലും, എന്തിനെ വണങ്ങിയാലും അതൊക്കെ അള്ളാഹ്ക്കുള്ള ആരാധനയായിട്ടേ വരികയുള്ളൂ എന്ന് നിർലജ്ജം എഴുതിവിടുന്ന തരീഖത്തുകാരും അവരെ ന്യായീകരിക്കുന്ന കക്ഷികളും അങ്ങനെ ഒരു 100 കൂട്ടം തരീഖത്തിൻ്റെതായ ആളുകളും ഇങ്ങനെ സർവ്വ അന്ധവിശ്വാസങ്ങളും ഈ സമുദായത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കപ്പെടുമ്പോ വേറിട്ട് നിന്നുകൊണ്ട് അതാ ഇസ്ലാമിന്റെ ശുദ്ധമായ ആശയത്തെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നു. ഇങ്ങനെ വിശദീകരിക്കുമ്പോ ഒരു മറുകക്ഷി അതാ പറയുകയാണ്, വേറെ ചില ആളുകളുണ്ട് ഇവരെ, അവര് പറയുന്നു, കണ്ടോ ശാഖാപരമായ കാര്യത്തിന് വേണ്ടി തർക്കിക്കുന്നു, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി തർക്കിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലൊന്നും അവർക്കത്ര പ്രശ്നമല്ല. അവർക്ക് പ്രശ്നം മറ്റു പലതുമാണ്. അവർക്ക് പ്രശ്നം അവര് ജനങ്ങളോട് പറയുന്നത് അവര് മറ്റു ചില വിഷയങ്ങളാണ്, ജനകീയമായ വിഷയങ്ങളാണ്. ഒരു സ്ഥലത്ത് വളരെ രസകരമായ റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. ഒരു ആദിവാസി കോളനിയിൽ ആദിവാസികളായ ആളുകൾക്ക് രാസപദാർത്ഥം ചേർത്ത കള്ളാണ് കൊടുക്കുന്നത് എന്ന് വന്നപ്പോൾ ശുദ്ധമായ കള്ളവർക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തുള്ള കക്ഷികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചപ്പോ അതിന് പിന്തുണ കൊടുത്ത കക്ഷിയെ കേൾക്കണോ? സോളിഡാരിറ്റി എന്ന് പറയുന്ന കക്ഷി അതിനും പോയി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാസപദാർത്ഥം ചേർത്ത കള്ള് ആദിവാസി കുടിച്ചിട്ട് അവന്റെ ആരോഗ്യത്തിന് ഹാനികരമാവുകയാണ്. അതുകൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ കള്ള് കൊടുക്കണമെന്നാണ് ആ നാട്ടുകാരുടെ ആവശ്യം. ആ ധർണക്കും ഞങ്ങളുമുണ്ട് പിന്നാലെ എന്ന് പറയാൻ വിഷയം പോലും മറന്നുകൊണ്ട് സോളിഡാരിറ്റി തയ്യാറായി. ഇത് ഇസ്ലാമാണോ? ഇവർക്ക് വലുതേതാണ്? ഏതാണ് ഇവരുടെ ആശയം? ഏതിലേക്കാണ് ഇവർ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല
ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറയിലെ പിടക്കോഴി പറഞ്ഞത് എന്താണെന്നോ? ഓണം ആഘോഷത്തിനിടയിൽ അവര് പറയുന്നത് മാവേലിയുടെ ആശയങ്ങളും മാവേലിയുടെ ആശയങ്ങളുടെ നന്മയുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ്. നോക്കണം നിങ്ങൾ, ഒരു ഐതിഹ്യമായ കഥാപാത്രത്തെ പിന്തുണക്കാനും അതിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമൊക്കെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി തരം താഴണമെങ്കിൽ മുഖ്യമായ പ്രശ്നത്തിന്റെ ധാരയില്ലെന്ന് അവര് തെറിച്ചുപോയി. പറയേണ്ടത് ആദ്യം പറയാതെ പറയേണ്ടാത്തിടത്തേക്ക് പോയപ്പോ പറയേണ്ടതും പറയുന്നില്ല, പറയാത്തത് ഇസ്ലാം ഒരിക്കലും പറയേണ്ടതില്ല എന്ന് പറഞ്ഞ സംഗതികളെ പോലും പ്രധാനമായി അവതരിപ്പിക്കുന്നിടത്ത് കാര്യങ്ങളെത്തി. സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമികമായി മുസ്ലിമീങ്ങൾക്ക് മാതൃക സഹാബാ കിറാമാണ്. ആ സഹാബത്തിനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്നില്ല. പലപ്പോഴും ഉൾക്കൊള്ളുന്നു എന്ന് തത്വത്തിൽ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇന്നും ജമാഅത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ജമാഅത്തിന്റെ ആദർശം അറിയാതെ കണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ള എത്രയോ ആളുകളുണ്ടെന്ന് ഉള്ളവനറിയാം. അവരാശയം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, തിരുത്തേണ്ടവർക്ക് തിരുത്താം. അതാ ഉസ്മാനു ഫിൽ ജന്ന, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണ്, ഉസ്മാൻ സ്വർഗത്തിലാണ്, അലി സ്വർഗത്തിലാണ് എന്നിങ്ങനെ അവിടുത്തെ തിരുനാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് ഈ ഭൂമുഖത്ത് വെച്ച് തന്നെ സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ടിട്ടുള്ള മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കശക്കി എറിഞ്ഞ പുസ്തകമാണ് ഈ കാണുന്നത്. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന ഈ പുസ്തകം സയ്യിദ് കുത്തുബിന്റെ അറബി ഗ്രന്ഥത്തിന്റെ വിവർത്തനമാണ്. അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്ന് ഈ ഇഖ്വാനി പണ്ഡിതന് ഒരു കൃതിയുണ്ട്. ആ കൃതി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാണിത്. ഇസ്ലാമിലെ സാമൂഹ്യനീതി. ഈ പുസ്തകത്തിലതാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അരക്കാശിന് കൊള്ളാത്ത വ്യക്തിയാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു സാധാരണക്കാരനെ പറ്റി പോലും പറയാൻ നമ്മൾ മടിക്കുന്ന സംഗതികൾ നേതാവായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചല്ലേ എഴുതിവിട്ടത്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഒന്ന് കേട്ടോളൂ ആ വരികൾ. ഹസരത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. കണ്ടോ, സ്വന്തം പക്ഷത്തുള്ള കുടുംബത്തിലെ ആളുകൾക്ക് മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവില്ലെന്ന് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്നയാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ന്. തന്നെയുമല്ല, നേരം പുലർന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജാനയുടെ സൂക്ഷിപ്പുകാരൻ സയ്യിദ് ഇബ്നു അർഖം ദുഃഖപാരവശ്യത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഖലീഫയോട് അപേക്ഷിച്ചു. നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല. ഈ ബൈത്തുൽ മാലിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ടെങ്കിൽ അങ്ങയോട് പറയുകയാണ്, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ 2 ലക്ഷം സ്വന്തം ജമാതാവിന് നിങ്ങൾ കൊടുത്തത്? ഇത് അനീതിയായിപ്പോയി. അതുകൊണ്ട് എനിക്കിനി പണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? സയ്യിദ് ഇബ്നു അർഖം, ഓ സയ്യിദ് ഇബ്നു അർഖം, താക്കോല് താഴെയിട്ടേക്കൂ, നമുക്ക് മറ്റു വല്ലവരെയും കിട്ടും. താക്കോല് താഴെയിട്ടേക്കൂ സയ്യിദേ, ഈ പണിക്ക് നീയല്ലാത്ത മറ്റു വല്ലവരെയും കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ധാർഷ്ട്യം പറയുന്ന, അനീതിയായിക്കൊണ്ട് പണം ചെലവഴിച്ചത്, പൊതു ഖജനാവില്ലെന്ന് പണമെടുത്ത് ചെലവഴിച്ചത്, ചോദിക്കാൻ ചെന്ന സഹാബിയോട് താക്കോല് താഴെ വെച്ച് പിരിഞ്ഞു വയ്ക്കോ, വേറെ ആളെ ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ മാത്രം ധാർഷ്ട്യം കാണിച്ച ഒരു വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് എഴുതിവിട്ടത് സയ്യിദ് കുത്തുബിന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യയിലാണ്. അത് പകർത്തി മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് IPH പുസ്തകശാലയിൽ ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകമാണ്. പല സ്ഥലങ്ങളിൽ വെച്ചും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര് ഇവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോ തിരുത്തും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാമല്ലോ, അബദ്ധങ്ങൾ സംഭവിച്ചാൽ തിരുത്തിയാൽ അല്ലാഹു പൊറുക്കുന്നതല്ലേ. പക്ഷേ കാത്തിരുന്ന് മടുത്തു എന്നതല്ലാതെ തിരുത്തുന്നത് പോയിട്ട് ഇപ്പോഴതാ IPH
IDH ഡയറക്ടർ സ്വന്തം കരം കൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള, ഒന്നിന്റെയും മൊഴിമാറ്റമല്ല, സ്വന്തം കരം കൊണ്ട് എഴുതിയിട്ടുള്ള അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എഴുതിയ കൊച്ചു പുസ്തകത്തിലും ഇതേ ആരോപണം ആവർത്തിച്ചു കൊടുത്തുപോയി. ഇതേ ആരോപണം എഴുതി ചേർത്തിരിക്കുന്നു. മടങ്ങാൻ സമയമില്ല, മടങ്ങാൻ ഒരുക്കമല്ല എന്നല്ലേ ആ രണ്ടാമതും അത് ആവർത്തിച്ചെഴുതിയത് കൊണ്ട് മനസ്സിലാകുന്നത്. അവിടം കൊണ്ടും വിട്ടുവോ? ഇക്കാണുന്ന പുസ്തകം രക്തസാക്ഷ്യം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ നേതാവായിരുന്ന മരണപ്പെട്ടു പോയിട്ടുള്ള ടി മുഹമ്മദ് സാഹിബ് അവറുകളാണ്. ആരാണ് ഈ പുസ്തകത്തിന്റെ ഓതർ? ആരാണ് ഇതിന്റെ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്? ആരാണ്? ലോകത്ത് അറിയപ്പെടുന്ന ശീഈ പണ്ഡിതനായ അലി ശരീഅത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അശ്ശഹാദ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മലയാളത്തിലേക്കുള്ള മൊഴിമാറ്റമാണ് രക്തസാക്ഷ്യം. ഇതിൽ സഹാബിമാരെ കുറിച്ച് പറയുന്നതൊന്നും വായിക്കാതിരിക്കലാണ് ഉചിതം. എത്രയാണ് അവരെ സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ളത്, എത്രയാണ് അവരെയൊക്കെ മോശമാക്കിയിട്ടുള്ളത്, ധാരാളം ഇതിൽ നിന്ന് വായിക്കാനുണ്ട് സഹോദരന്മാരെ. ഹദീസ് ഒന്നിന് കമ്മീഷൻ നിശ്ചയിച്ചുകൊണ്ട് സഹാബിമാർക്കൊക്കെ ഹദീസ് കൊണ്ട് ഉപജീവനം ജീവിക്കലായിരുന്നു പതിവെന്ന് ഇതിൽ എഴുതിവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഇതിൽ നിന്ന് വായിക്കുവാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇതിൽ പറഞ്ഞ ഒരൊറ്റ വാചകം വായിക്കട്ടെ, ശ്രദ്ധിച്ചോളൂ. സഹാബിമാരെ കുറിച്ചാ പറയുന്നത്. ബദറിലും ഉഹദിലും ഹുനൈനിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് മൂന്നാമത്തെ വിഭാഗം. സഹാബിമാരെ പല തട്ടുകളായി തിരിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൽ. മൂന്നാമത്തെ വിഭാഗത്തെ പറയുന്നു, ബദരീങ്ങളാണവർ, ഉഹദീങ്ങളാണവർ, ഹുനൈനീങ്ങളാണവർ. അവരെ പറ്റി പറയുന്നത് നോക്കൂ. പ്രവാചകനുമൊത്ത് സ്വദേശം വെടിഞ്ഞു പാലായനം ചെയ്തിട്ടുള്ളവരെന്ന മഹത്വവും അവർക്കുണ്ട്. അഥവാ ഇതിനൊക്കെ പുറമെ അവര് മുഹാജിരീങ്ങളുമാണ് എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യവും സഹവാസവും അനുഭവിച്ച അനുഗ്രഹീതരുമാണവർ. മനശ്ചാഞ്ചല്യലേശമന്യേ അവർ മുആവിയയുടെ ഹരിത കൊട്ടാരത്തിലെത്തി അവനവന്റെ ഉപജീവനോപാധികൾ ഉറപ്പുവരുത്തുകയും സുരക്ഷിതമാക്കുകയും ചെയ്തു. അവർക്ക് മുടങ്ങാതെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചുകൊണ്ടുമിരുന്നു. അബൂദർദാ, അബൂ ഹുറൈറ, അബൂ മൂസ റളിയല്ലാഹു അൻഹും ഇവരത് എഴുതില്ല. എന്നിവർക്ക് ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഹദീസ് ഒന്നിന് 1 ദീനാർ വീതമായിരുന്നു അത്രേ കമ്മീഷൻ. പ്രവാചകന്റെ സന്തത സഹചാരിയും ഹദീസ് ശാസ്ത്രത്തിൽ വിദഗ്ധനുമായ ഒരു സഹാബിയായിരുന്നു അബൂ ഹുറൈറ. അമവികളുടെ കൊട്ടാരത്തിൽ ഉയർന്ന പരിഗണനയും പദവിയുമാണ് അദ്ദേഹം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ ഇതിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, ധാരാളം വായിക്കാനുണ്ട്. തൗഹീദ് പ്രസംഗിച്ചിരുന്ന നാവുകൾ, സത്യം പ്രസംഗിച്ചിരുന്ന നാവുകൾ, സത്യത്തിന് വേണ്ടി ഗഡ്ഗമേന്തിയിരുന്ന കൈകൾ, ആദർശമില്ലാത്ത വളരെ നീചരും നികൃഷ്ടരുമായ ഭരണാധികാരികളുടെ കാൽക്കൽ ലോചാനിച്ച് നിൽക്കുന്നവരായി, ദുഷ്പ്രഭുത്വത്തിന്റെ ഏറാൻമൂലികളായി എന്നിവരെ എഴുതിവെട്ടിട്ടുള്ള പുസ്തകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടുള്ള മഹാന്മാരെ സംബന്ധിച്ച് പറയാൻ ഇവർക്ക് ആരാധികാരം കൊടുത്തത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ലാ തസുബ്ബൂ അസ്ഹാബീ, ലാ തസുബ്ബൂ അസ്ഹാബീ. എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ, എന്റെ സഹാബിമാരെ നിങ്ങൾ പഴി പറയരുത് കേട്ടോ, എന്റെ സഹാബത്തിന് നിങ്ങൾ ചീത്ത വിളിക്കരുത് കേട്ടോ. അത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിന് വില കൽപ്പിക്കാതെ സഹാബാ കിറാമിനെ അടച്ചാക്ഷേപിക്കുന്ന ഈ പുസ്തകവും പിൻവലിക്കാതെ തന്നെ നിലനിൽക്കുകയല്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്ന് ദീന് പഠിക്കണം എന്ന് പറയുമ്പോ ആ സഹാബിമാരെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പോയ കക്ഷിയാണത്. അതും വിശദീകരണം നിങ്ങൾക്ക് വഴിയെ കേൾക്കാം. അതേപോലെ തന്നെ സർവ്വരൂപത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും ബീജാവാപം നടത്തിയ മൗദൂദി സാഹിബ്, ആ മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ, അതേപോലെ തന്നെ സയ്യിദ് കുത്തുബിന്റെ പുസ്തകങ്ങൾ, അതേപോലെ തന്നെ അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ, അങ്ങനെ സർവ്വ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വിവിധ പേരുകളിൽ ഇവിടെ വളരാനുള്ള വെള്ളവും വളവും നൽകിക്കൊണ്ട് വളർത്തിയുണ്ടാക്കിയ ജമാഅത്തുകാർ ഇപ്പോൾ പറയുന്നത് എന്താണ്? സ്വന്തം
സ്വന്തം ആചാര്യനെ പോലും തള്ളിപ്പറയുകയാണ്. ഇപ്പോൾ ജമാഅത്തിന്റെ അമീറിന് തോന്നിപ്പോയി മൗദൂദിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ അതിന്റെ ആളുകളുമല്ല, ഞങ്ങൾ ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവരാണ്, മൗദൂദിയുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല, അതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്ന് അമീറിന് പോലും തുറന്നു പ്രഖ്യാപിക്കേണ്ടുന്ന, സ്വന്തം ആചാര്യനെ തള്ളിപ്പറയേണ്ടുന്ന ഗതികേടിൽ വരെ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതൊന്നും അത്ര പ്രശ്നമായ കാര്യങ്ങളല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിരി ചുളിയാത്ത ചില ദഅവത്തുകാരി അവര് പറയുന്നു ഫളായിലുകൾ മാത്രമാണ് ജനങ്ങളോട് പറയേണ്ടത്, മറ്റുള്ളതൊക്കെ പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ശാന്തമായ സൗമ്യമായ നിലക്ക് ദഅവത്ത് നടത്തുന്നവർ ഞങ്ങളാണെന്ന് പറയുന്ന വേറെ ചില പ്രബോധകന്മാരും സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ തന്നെയും വളരെ മോശമായ നിലക്ക് ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന പല രൂപത്തിലുള്ള സൂഫി പ്രസ്ഥാനക്കാരും ത്വരീഖത്ത് പ്രസ്ഥാനക്കാരും ഒരുപാട് വിദഈ പ്രസ്ഥാനക്കാർ, അവർക്കെതിരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശക്തമായ വെറുതെ പുരോഗതിയുടെ വഴിയിൽ കീറാമുട്ടികളാവുകയാണ് മുജാഹിദുകൾ. അതുകൊണ്ട് പുരോഗതിപ്പെടണമെങ്കിൽ നമുക്ക് മറ്റു ചില വിഷയങ്ങളിലേക്ക് ചേക്കേറേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിമിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അതിനെ പിളർത്തിപ്പോയ കക്ഷികൾ അവരും ലൈന് വിട്ടുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അവർക്കും സിനിമയുണ്ട്, അവർക്കും സംഗീതമുണ്ട്, അവർക്കും മ്യൂസിക്കുകളുണ്ട്, അവർക്കും നാടകമുണ്ട്, അവർക്കും അഭിനയങ്ങളുണ്ട്. അങ്ങനെ ഒരു 100 കൂട്ടം പാതയിലേക്ക് അവരും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. ഈ പ്രത്യേകമായ കക്ഷികളെയൊക്കെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നിർത്തേണ്ടിടത്ത് നിർത്താൻ വേണ്ടി കൃത്യമായ നിലക്ക് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ അതാ വേറൊരു കൂട്ടര് പറയുന്നു ഒരൊറ്റ ഹദീസും ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അവരിപ്പോ കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. സ്വന്തം നേതാവിന്റെ ആശയത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആ കക്ഷികൾ ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അവര് പറയുന്നു എല്ലാം ഖുർആനാണ്, ഖുർആനിലെല്ലാം ഉണ്ട്, ഹദീസ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അവര് ചോദിക്കുകയാണ് ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഖുർആനിന് പുറമേ എന്നാണ് അവർ അർത്ഥം വെക്കുന്നത്. അതിന് പുറമെ ഏത് ഹദീസാ വിശ്വസിക്കേണ്ടത്, ഏത് ഹദീസാ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഹദീസിനെ തന്നെ തള്ളുന്ന കക്ഷികളുമുണ്ട്. ഹദീസിനെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന വേറെ ചില കക്ഷികളും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അവർക്ക് അവരുടെ കൊച്ചുബുദ്ധിയാണ് വലുത്. ഞാൻ ആമുഖമായി പറഞ്ഞില്ലേ, അഖിലിനാണ് അവർ വില കൽപ്പിക്കുന്നത്, നഖിലുകൾക്കല്ല. കുറ്റമറ്റ രീതിയിൽ അള്ളാഹു അവതരിപ്പിച്ച അവന്റെ ഗ്രന്ഥമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളോ അവർക്ക് പ്രശ്നമല്ല. അവരുടെ കൊച്ചുബുദ്ധിയിൽ ഒതുങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ എല്ലാം ഔട്ടാക്കുന്ന, എല്ലാത്തിനെയും ജനമധ്യത്തിലിട്ട് പരിഹസിക്കുന്ന, എല്ലാത്തിനെയും പുച്ഛിക്കുന്ന വിഘടനവാദികളും സമൂഹത്തിൽ അവിടെയും ഇവിടെയുമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർവ്വവിധഴി കക്ഷികൾക്ക് നേരെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സംഘടിതമായി ഈ പ്രസ്ഥാനം അങ്ങ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കേൾക്കുന്ന മറ്റൊരു അപശബ്ദം, സംഘടന പാടില്ല, സംഘടിച്ച് നിങ്ങൾ ദഅവത്തുമായി പോകേണ്ടതില്ല, സംഘടന തന്നെ തെറ്റാകുന്നു. എന്തൊരു ദുര്യോഗം! ഇവർക്കെതിരെ ശക്തമായ പ്രമാണങ്ങളുമായി സംഘടിതമായി മുന്നോട്ട് നീങ്ങുമ്പോ പറയുകയാണ്, അപ്പൊ കേട്ട അപശബ്ദമാണ് സംഘടന തെറ്റാണ്, സംഘടിച്ചുകൂടാ, ഒരുമിച്ച് കൂടിക്കൂടാ, മാത്രമല്ല നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം പോലും ഒരാളോട് മിണ്ടിക്കൂടാ. കാരണം നിങ്ങൾ കിബാറുൽ ഉലമയാണോ, നിങ്ങൾ വലിയ പണ്ഡിതനാണോ? അതെവിടെയാണ് ആ സാധനത്തെ കിട്ടുക എന്ന് ചോദിച്ചാൽ അത് സൗദിയിലുണ്ട്, യമനിലുണ്ട്, അങ്ങോട്ട് പോയി കൊള്ളണം. അതല്ലെങ്കിൽ ഞങ്ങൾ നെറ്റിൽ നിന്ന് പഠിച്ചുകൊള്ളും. അതല്ലാതെ പഠിച്ചിട്ടുള്ള ഇസ്ലാം ഒരാളോട് പറയണമെങ്കിൽ സർവം തികഞ്ഞുകൊണ്ടേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ ചുണക്കുട്ടികളെ, സുന്നത്തിന്റെ പ്രബോധകന്മാരെ, ഈ ആശയത്തിന്റെ ചുണക്കുട്ടികളെ നിഷ്ക്രിയരാക്കി ഷണ്ഡീകരിച്ചു നിർത്തിയില്ലേ? എന്തൊരു ദുര്യോഗമാണ് സംഭവിച്ചത് സഹോദരന്മാരെ! ആ വിഷയവും ഇവിടെ പ്രതിപാദിക്കാനുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ കാര്യങ്ങളൊക്കെ ഓരോന്നും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീന്, ആ ദീന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് വിട്ടുവീഴ്ച പാടില്ല. അത് പ്രായോഗികമാക്കുന്നതിലും വിട്ടുവീഴ്ച പാടില്ല. പ്രചരിപ്പിക്കുന്നതിലും വിട്ടുവീഴ്ച പാടില്ല.
ആദർശം അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ആദർശങ്ങളെ പറയുന്നതോടൊപ്പം വിശ്വാസികളോട് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, പറയുന്ന ആദർശം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. എനിക്കിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള 10,000 എൻ്റെ സഹോദരീ സഹോദരന്മാരോട് എന്നോടെന്ന പോലെ പറയാനുള്ളത്, പഠിച്ചിട്ടുള്ള ആദർശത്തെ മൂടിവെക്കാതെ മുന്നോട്ട് വയ്ക്കോ. കാരണം ആരെങ്കിലും ഒരു ഇൽമ പഠിച്ചിട്ട് ആ പഠിച്ചിട്ടുള്ള ആദർശത്തെ ആരെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ നരകത്തീ കൊണ്ടുള്ള കടിഞ്ഞാണാണ് അവന് ധരിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ ശാപമാണ് അവനുള്ളത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു പറയുന്നത് നോക്കൂ, വ്യക്തമായി വേദഗ്രന്ഥത്തിലൂടെ പ്രമാണങ്ങളിലൂടെ കാര്യം വ്യക്തമായി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും അതെല്ലാം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ആരോടൊക്കെയോ വാശി തീർക്കാനെന്ന പേരിൽ, ആരോടൊക്കെയോ പക തീർക്കാനെന്ന പേരിൽ പഠിച്ചതൊന്നും പറയാൻ പാടില്ലെന്ന മട്ടിൽ മിണ്ടാതെ ഇരിക്കുന്ന കക്ഷികളില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചു പറയുന്നത്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വയൽ അനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവര് മുഴുവനും അവരെ ശപിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേയുള്ളൂ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, ജീവിതത്തെ നന്നാക്കിക്കോ, പറയാതെ മൂടിവെച്ചത് വിശദീകരിച്ചു കൊടുത്തോളൂ. എങ്കിലേ അല്ലാഹു അത് സ്വീകരിക്കുകയുള്ളൂ. ആ ഒരു നിലപാടിലേക്ക് എത്തണം. നമ്മുടെ വിശ്വാസങ്ങൾ ശുദ്ധമാകുന്നതോടൊപ്പം ആദർശ പ്രസ്ഥാനമാണ് നമ്മൾ. ആ ആദർശത്തിൽ നിന്ന് ഒരു രംഗത്തും അണുകളെ വ്യതിചലിച്ചുകൂടാ. മുസ്തഫ പഠിപ്പിച്ച ഒരു സുന്നത്തിനെയും നിസ്സാരവൽക്കരിക്കരുത് കേട്ടോ. പുരുഷന്മാരവരുടെ വസ്ത്രം ഉടുക്കുമ്പോ നെരിയാണിക്ക് താഴെ തൂങ്ങണ്ട. സ്ത്രീകൾ അവരുടെ വസ്ത്രം ഇസ്ലാം പറഞ്ഞതുപോലെ ലൂസായ വസ്ത്രം കൊണ്ട് മറച്ചോളൂ. അതേപോലെ തന്നെ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാം കാണണ്ട, കാതുകൊണ്ട് ഹറാം കേൾക്കണ്ട, നാവ് കൊണ്ട് ഹറാം പറയണ്ട. നമ്മുടെ വീട്ടിൽ അല്ലാഹു സംവിധാനിച്ചു തന്നിട്ടുള്ള നമ്മുടെ പണം, ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ടിവിയും അതുപോലെ തന്നെ സൗകര്യങ്ങളും വാങ്ങിയിട്ട് ചാനലുകൾ പ്രസരിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന പലതും കണ്ടുകൊണ്ട്, പല മോശപ്പെട്ട രംഗങ്ങളും കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുത് കേട്ടോ. ഇത് ഈ ഉള്ളവന്റെ ഭാഷയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽഐനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് ഹറാമിലേക്ക് നോക്കൽ. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാഅ്, രണ്ട് കാതുകളുടെ വ്യഭിചാരമാണ് ജനങ്ങളെ ഹറാമായത് കേൾക്കൽ. സംഗീതം കേട്ടുകൂടാ. മ്യൂസിക് ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗതിയാണ്. അതാ മദ്യത്തെ പോലെ, അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സിൽക്ക് വസ്ത്രം പോലെ, അതേപോലെ തന്നെ പന്നിമാംസത്തെ പോലെ, അതേപോലെ തന്നെ വ്യഭിചാരത്തെ പോലെയൊക്കെ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ മആസിഫ എന്നൊരു പദം കൂടി. മആസിഫ് എന്ന് പറഞ്ഞാൽ സംഗീതം ആലപിക്കാൻ വേണ്ടി അതിന് മേമ്പൊടിയായി ചേർക്കുന്ന സർവ്വ സംഗീതോപകരണങ്ങളുമാണ്. ദപ്പൊഴികെയുള്ള സർവ്വ സംഗീതോപകരണങ്ങളും അത് അനുവദിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എനിക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, സഹോദരിമാരോട് പറയാനുള്ളത്, വീടൊന്ന് നിയന്ത്രിക്കൂ. നമ്മുടെ വീട്ടിൽ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഇനി വേണ്ട, കാതുകൊണ്ടുള്ള വ്യഭിചാരം ഇനി വേണ്ട, അതിനെപ്പറ്റി പറഞ്ഞു രസിക്കുന്ന നാവുകൊണ്ട് വ്യഭിചാരം വേണ്ട. വല്ലിസാനു സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ് അനാവശ്യ സംസാരം. ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. മുജാഹിദുകളാണെന്ന് പറഞ്ഞാൽ പോരാ, സലഫികൾ എന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിഹുകൾ എന്ന് പറഞ്ഞാൽ പോരാ. ജീവിതത്തിൽ അതുണ്ടാകട്ടെ. അതിന് നമുക്ക് നിമിത്തമാകണം ഇവിടെ നടക്കുന്ന ഓരോ ക്ലാസുകളും ഓരോ പ്രഭാഷണങ്ങളും. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും പോയാലും നമുക്ക് പ്രചോദകമേകേണ്ടത് നാം ഒരാദർശത്തിന്റെ വക്താക്കളാണ്. ആ ആദർശത്തിൽ മറ്റുള്ളവരുമായി ഞങ്ങൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നത് ആരോടെങ്കിലും പക കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല. ഞങ്ങൾ വ്യതിരിക്തത പുലർത്താൻ കാരണം, ഞങ്ങൾ വ്യത്യാസം പുലർത്താൻ കാരണം, ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട്. സത്യത്തിനെതിരെ ഫമാദാ ബഅദൽ ഹഖി ഇല്ലദ്ദലാൽ, ഫമാദാ ബഅദൽ ഹഖി ഇല്ലദ്ദലാൽ. അല്ലാഹു ചോദിക്കുകയാണ്, സത്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ദുർമാർഗമല്ലാതെ മറ്റെന്താ
എന്താണുള്ളത്. അതുകൊണ്ട് സത്യത്തിലാണ് നമ്മളൊന്ന് ഉറച്ചു നിന്നോ. ആ അഭിമാനബോധത്തോടുകൂടി അത് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രബോധനം നടത്തുകയും അതിനു വേണ്ടി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, അതിന്റെ ആദർശം സുതാര്യമാണ്. അത് തീവ്രവാദ ഭീകരവാദ സംഘടനയല്ല. ഏതൊരു വ്യക്തിക്കും കാണാവുന്ന മനസ്സിലാക്കാവുന്ന ലളിതമായ ആശയങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. കാരണം അതിന്റെ ആശയങ്ങൾ കുറ്റമറ്റ പ്രമാണങ്ങളിൽ നിന്നാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. അത് പ്രബോധനം നടത്തുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. പ്രശ്നങ്ങൾക്കില്ല, വഴക്കിനില്ല, യാതൊരു രൂപത്തിലുള്ള സംഘട്ടനങ്ങൾക്കുമില്ല. ആശയ സംഘട്ടനം അതേത് കാലത്തും തുടരുകയും ചെയ്യും. അതിന് അള്ളാഹുവിന്റെ സഹായവും ഉണ്ടാകും. എത്ര ന്യൂനപക്ഷമാണെങ്കിലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്ന ഒരു കക്ഷി എന്റെ ഉമ്മത്തിൽ ഏത് കാലത്തും ഉണ്ടാകുന്നത് തന്നെയാണ്. അവരെ ആര് അവഗണിച്ചാലും, അവരെ ആര് പരിഹസിച്ചാലും, അവരെ ആര് കൊച്ചാക്കിയാലും അതൊന്നും അവരെ അലോസരപ്പെടുത്തുന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ തൂബാ സർവമംഗളങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ആ കക്ഷികളുടെ ആദർശം മാ അന അലൈഹി വസഹബി, ഞാനും എന്റെ സഹാബത്തും നിലക്കൊണ്ട ആശയം ഏതാണോ അതിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ആ ആദർശത്തിന്റെ വഴിത്താരെ അടുത്തറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മാറി നിൽക്കാതെ അടുത്തറിയണേ, പഠിക്കണേ, പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നുകൊണ്ട് വതആവനൂ, നിങ്ങൾ സഹകാരികളായി മാറിക്കോ അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിന്റെയും ഭക്തിയുടെയും വിഷയങ്ങളിൽ. അതേ അവസരത്തിൽ വലാ തആവനൂ, നിങ്ങൾ സഹകാരികളായി പോകരുത് അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും ശത്രുതാപരമായ കാര്യങ്ങളിലും സഹകരിക്കാതെ നന്മയിൽ സഹകരിച്ചുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കോ, തോളിലേറ്റിക്കോ. അള്ളാഹുവിന്റെ അടുക്കൽ വിജയം അതിന് മാത്രമാകുന്നു. ഇതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ഈ വൈകിയ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും എന്ന പോലെ കൃത്യമായി എൻ്റെ എല്ലാ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഒരു ചെറിയ രൂപം. വിശദമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും പ്രഭാഷകന്മാരെ വിശദീകരിക്കും. അർഹമുർറാഹിമീനായ നാഥൻ പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആരെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആദർശത്തെ ഉൾക്കൊള്ളുകയും അത് സധൈര്യം പ്രഖ്യാപിക്കുകയും ആ പാതയിൽ തന്നെ മരണം വരിക്കുകയും സജ്ജനങ്ങളോടൊപ്പം സ്വർഗീയാരാമത്തിൽ സഹവാസം കൊണ്ട് അനുഗ്രഹം ലഭിക്കുകയും ചെയ്തിട്ടുള്ള മഹാന്മാരിൽ മഹദികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.